നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തായ്വാനിലെ ജനാധിപത്യത്തിന്റെ ശക്തമായ ഒരു ഉപാധി, റൈറ്റ് ടു റീകോൾ. അതും നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രചോദനമായ വൺ എന്ന മമ്മൂട്ടി ചിത്രം വഴി ജനങ്ങളുടെ സ്വാധീനം എത്രത്തോളം ശക്തമായിരിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നത് മനസ്സിലാക്കാം. തായ്വാനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ടു കോൾ എന്നത് ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾക്ക് തന്നെ പിൻവലിക്കാനുള്ള അവകാശം ഉണ്ടാകുന്നു. ലോകത്താകമാനമുള്ള ജനാധിപത്യവശം ശക്തമായി നടപ്പിലാക്കിയ ഒരു മാതൃകയാണിത്. ഒരു നേതാവ് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ചില പ്രത്യേക നിബന്ധനകൾ പാലിച്ച് വോട്ടെടുപ്പുകൾ വഴി അവരെ പുറത്താക്കുവാൻ സാധിക്കുന്നു. ഇത് ജനങ്ങളുടെ മാത്രം അധികാരമാണ്. നമ്മുടെ കേരളത്തിലും എല്ലാം ഒരുപാട് ചർച്ചകൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. എന്നാൽ നിയമം ഇപ്പോഴും നിലവിലില്ല. റൈറ്റ് ടു റീകോൾ എന്താണെന്ന് കൂടുതലായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പൊതു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. അവർ നമ്മളുടെ പ്രതിനിധികളായിട്ട് തന്നെ പ്രവർത്തിക്കണമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ അവരെ നമുക്ക് തിരിച്ച് ആ അധികാരത്തിൽ നിന്ന് ഇറക്കുവാനുള്ള അവകാശവും ജനങ്ങളുടേതാണ്. ഇതിനെയാണ് റൈറ്റ് ടു കോൾ എന്ന് പറയുന്നത്. എന്ത് നല്ല ആചാരമല്ലേ. 2017 വൺ എന്ന മമ്മൂട്ടിയുടെ സിനിമ അനേകം തലമുറകളെ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. മലയാളത്തിലെ ജനാധിപത്യം, നീതി, കർമ്മപരിധി എന്നിവയെ മനോഹരമായി ചിത്രീകരിക്കുന്നു. സിനിമയിലെ സരസ്വതി സത്യസന്ധയായ ഒരു IAS ഓഫീസർ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി പൊരുതുന്നു. അവർ കാണിക്കുന്ന ശക്തി, ധൈര്യം ജനാധിപത്യത്തിന്റെ പ്രതീകമാണ്. ഇത് തായ്വാനിലെ റൈറ്റ് ടു കോൾ എന്ന പ്രതീകത്തോട് വളരെയേറെ താദാമ്യം പ്രാപിക്കുന്നു. ഒരാളുടെ അധികാരം ജനങ്ങൾക്ക് തിരിച്ചടിയായാൽ പിൻവലിക്കാനുള്ള അവകാശം വേണം. വൺ സിനിമയിലൂടെ ഈ ആശയം നമ്മൾ മനസ്സിലാക്കുകയും പ്രചോദനം നേടുകയും ചെയ്യുന്നു. നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാക്കുവാൻ സഹായിക്കുന്നു. സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രേരകമായത് ഒന്ന് കമന്റിൽ കുറിക്കൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ. ബി ഹാപ്പി.